പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കാര്യത്തിൽ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ തീരുമാനം മാറ്റിയിരിക്കുകയാണ് ക്രിഷ്. ഇനിയും ഇവളെ ജോലിക്ക് ഇവിടേക്ക് വെക്കേണ്ട എന്നും ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യവും ക്രിഷ് ഉന്നയിക്കുന്നു. ഇതോടെ അതിന് സമ്മതമല്ല എന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ് സുജ. മാത്രവുമല്ല, കൺമണി ഇനി ഈ വീട്ടിൽ തന്നെ ജോലിക്കായി തുടരുന്നതായിരിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. ക്രിഷ് എന്നല്ല, മറ്റാര് പറഞ്ഞാലും ഇനി താനെടുത്ത ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അവൾ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ക്രിഷിന്റെ ജോലി നോക്കി പോകുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ക്രിഷ് ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഇനി എന്താണ് തൻ്റെ മുൻപിലെ മാർഗം എന്നുള്ള ചോദ്യം മാത്രമാണ് ക്രിഷിന്റെ മുന്നിൽ ബാക്കിയാകുന്നത്. ഇതേ തുടർന്ന് മഹിയെ ചെന്ന് കാണുന്ന ക്രിഷ് ഇപ്പോൾ തന്നെക്കാൾ കൂടുതൽ വില അവൾക്കാണ് വീട്ടിലുള്ളത് എന്ന് വ്യക്തമാക്കുകയും എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്ന മഹി, കാര്യങ്ങളത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ നിന്റെ വില പോയിരിക്കുകയാണ് വീട്ടിൽ. മാത്രവുമല്ല, കൺമണി ഇപ്പോൾ വീട്ടിലെ സ്റ്റാറായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് അവളെ പുറത്താക്കുക എന്നുള്ള കാര്യം ഇമ്പോസിബിൾ ആണ്. വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയായി അവൾ മാറിക്കഴിഞ്ഞു. ഇനി അവൾ പറയുന്നതായിരിക്കും നിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടത്. മാത്രവുമല്ല, അവളിപ്പോൾ മാനസിയുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യവും നിനക്ക് തോൽവി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി മാനസിയുടെ കാര്യത്തിൽ അവളും ഇടപെടും. ഇതോടെ വീട്ടിലെ ഇൻഫ്ലുവൻസ് മാനസിക്ക് കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി ഒരു രക്ഷപ്പെടൽ നിനക്ക് ഇല്ല എന്ന് തന്നെ പറയാം. നിന്റെ ഡെഡ് എൻഡ് വന്നു കഴിഞ്ഞു മോനെ. ഇത് കേട്ടതിനെ തുടർന്ന് മഹിയെ തല്ലാൻ കൈപൊക്കിയിരിക്കുകയാണ് ക്രിഷ്. അങ്ങനെ ഈ ക്രിഷിനെ തോൽപ്പിച്ചുകൊണ്ട് ആരും ഇവിടെ ജീവിക്കുകയില്ല. ക്രിഷ് ആരാണ് എന്ന് അവൾക്കറിയില്ല. അവളെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ക്രിഷിന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമടാ എന്ന് ക്രിഷ് വിളിച്ചു പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടുന്ന മഹി, എടാ, ഞാൻ നിന്റെ എതിരാളിയൊന്നുമല്ല. ഞാൻ കാര്യങ്ങൾ നിന്നോട് തുറന്നു പറഞ്ഞു എന്ന് മാത്രം. കാര്യങ്ങൾ തുറന്നു പറയുക എന്നത് ഒരു സുഹൃത്തിന്റെ കടമ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞത്. നീ ആലോചിച്ചൊരു തീരുമാനം എടുത്തില്ല എങ്കിൽ നിനക്ക് തിരിച്ചടി ഉണ്ടാകും. മാത്രവുമല്ല, ആ മാനസ എന്ന ദുരിതത്തെ നിനക്ക് ചുമലിൽ ചുമക്കേണ്ടതായി വരും. അതും ഒന്നും രണ്ടും ദിവസമല്ല, നിന്റെ ജീവിതകാലം മുഴുവൻ. അതുകൊണ്ട് തന്നെ കൺമണിയോട് തല്ലുണ്ടാക്കാതെ അവളുടെ കൂടെ നിന്നുകൊണ്ട് കാര്യം സാധിക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. അവളോട് നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കും തോറും നീ തകർന്ന് താഴെ വീഴുകയേ ചെയ്യുകയുള്ളൂ. മാത്രവുമല്ല, ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ള പെൺകുട്ടികളെ പോലെ അല്ല അവൾ എന്നുള്ള കാര്യം നീ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ടെൻഷനിലായിരിക്കുകയാണ് ക്രിഷ്. ഇനി തൻ്റെ ജീവിതം ഇരുളിലേക്ക് തന്നെ പോകുമെന്ന് ക്രിഷ് ഉറപ്പിക്കുകയും ചെയ്ത് മുന്നിലേക്ക് നീങ്ങുകയാണ്. ഇതേ സമയം എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയും ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും തടുക്കാൻ സാധിക്കാതെ ക്രിഷ് നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ ക്രിഷ് വീണ്ടും കൺമണിയെ ചെന്ന് കാണുകയാണ്. കൺമണിയോട്, കൺമണി, പ്ലീസ് എന്നെ ഈ കാര്യത്തിൽ ഒന്ന് സഹായിക്കണം. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ആ മാനസ എന്ന ദുരിതത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന്
ഒന്ന് ഒഴിവാക്കുന്നതിനായി നീ സഹായിക്കണം. നീ ഒന്ന് മനസ്സ് വെച്ചാൽ നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇത്രയും കെഞ്ചിയിട്ടില്ല ആരുടെയും മുന്നിൽ. പക്ഷേ നിന്റെ മുന്നിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ജീവിതം അത്ര പ്രിയപ്പെട്ടതാണ്. ആ മാരണത്തെ ഒന്ന് ഒഴിച്ചു തരണം എൻ്റെ ജീവിതത്തിൽ നിന്ന്. നിനക്ക് മാത്രമേ അതിന് സാധിക്കൂ. നീ ഒന്ന് മനസ്സ് വെച്ചാൽ നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമാണ്. ഇത് കേൾക്കുന്ന കൺമണി, എനിക്കതിന് സാധിക്കുകയില്ല സാർ. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് പേരാണ് ഇവിടെയുള്ളത്. നിങ്ങളുടെ അച്ഛൻ, റിലേറ്റീവ്സ്, അതുപോലെ തന്നെ മാനസ മേഡം. നിങ്ങൾ എന്ന് വിചാരിച്ചാൽ മാനസ മേഡത്തിന് ജീവൻ പോലെയാണ്. അത്രയും ഇഷ്ടം ഞാൻ ആരുടെ അടുത്തും കണ്ടിട്ടില്ല. അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് നിങ്ങൾ മാനസ മേഡത്തിന്, ആ മേഡത്തിന്. അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം ചതിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഞാൻ അത് ചെയ്യുകയുമില്ല. എന്നെ അതിന് പ്രതീക്ഷിക്കുകയും വേണ്ട സാർ. എനിക്ക് അതിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് കൈ മലർത്തിയിരിക്കുകയാണ് കൺമണി. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ആകെ തകർത്ത് കളഞ്ഞതിനെ തുടർന്ന് കൃഷ് ആകെ മാനസികമായി തകർന്നു പോകുന്നു. ഇനി തനിക്ക് മാനസിയുടെ കൈകളിൽ നിന്ന് രക്ഷയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് കൃഷ് അവിടെ നിൽക്കുമ്പോഴാണ് മോതിരം കൈമാറൽ ചടങ്ങുകൾക്കായി സാഗർ ക്ഷണിക്കുന്നത്. ഇതോടെ ഇനിയും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൃഷിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു. ഒടുവിൽ നിരാശയോടെ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്ന കൃഷ് മാനസിയുടെ കയ്യിൽ മോതിരം ഇട്ടുകൊടുക്കാൻ നിർബന്ധിതനാവുകയാണ്. കൃഷ് തൻ്റെ മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന്, ഞാൻ ഇതുവരെ കണ്ട സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് മാനസ. ഇനി തൻ്റെ ജീവിതത്തിൽ ഇതിലും സന്തോഷകരമായ ഒരു ദിവസം വരാനില്ല എന്ന് മാനസ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള മോതിരം കൃഷിന്റെ കയ്യിൽ അണിയിക്കുന്നു. മാത്രവുമല്ല, കൃഷ് തൻ്റെ മോതിരം ഇതേ തുടർന്ന് മാനസയുടെ കയ്യിലും അണിയിച്ചതോടെ കൃഷ് മാനസയുടെ കുരുക്കിൽ മുറുകുകയായി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.